Hello, Unit 3 Going Places. Chapter 1 Come Back Soon. ഇതൊരു ചെറിയ പോയമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Take a bus or take a train, take a boat or take a plane. Take a taxi, take a car, maybe near or maybe far. Take a rocket to the moon, but be sure to come back soon. കഴിഞ്ഞു. ഇത്രയും ചെറിയ പോയമാണ്. ഇതിനൊരു എക്സ്പ്ലനേഷന്റെ പോലും ആവശ്യമില്ല. പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ പല പല വാഹനങ്ങളിലാണ് പോകുന്നത്. ഇവിടെയോ അതേ പറഞ്ഞിട്ടുള്ളൂ. ടേക്ക് എ ബസ് ഓർ ടേക്ക് എ ട്രെയിൻ, ടേക്ക് എ ബോട്ട് ഓർ ടേക്ക് എ പ്ലെയിൻ, ടേക്ക് എ ടാക്സി, ടേക്ക് എ കാർ, മേ ബി നിയർ ഓർ മേ ബി ഫാർ. അടുത്തേക്കോ ദൂരേക്കോ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പോവാം അല്ലേ? ഇനി ടേക്ക് എ റോക്കറ്റ് ടു ദ മൂൺ. നിങ്ങൾക്ക് മൂണിൽ പോകണമെങ്കിലോ ബസ്സിലും കാറിലും ഒന്നും പോയാൽ പോരാ. യു ഹാവ് ടു ടേക്ക് എ റോക്കറ്റ്, ബട്ട് ബി ഷുവർ ടു കം ബാക്ക് സൂൺ. പോയിട്ട് അവിടെ തന്നെ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. ഓക്കെ. സൈറ്റ് വേർഡ്സ് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് സൈറ്റ് വേർഡ്സ്. ടേക്ക്, ഈസ്, ദ, ഓർ, ടു, മേ ബി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ സൺ ഈസ് ബ്രൈറ്റ് ടുഡേ. സൺ ഇപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി സൺ വാസ് എന്നായിരുന്നു പറഞ്ഞതെങ്കിലോ മുമ്പ് സൺ ബ്രൈറ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ സൺ ബ്രൈറ്റ് ആണെന്ന് പറയണമെങ്കിൽ ദ സൺ ഈസ് ബ്രൈറ്റ് ടുഡേ. വി ക്യാൻ ടേക്ക് ആർ ടോയ്സ്. രണ്ട് ബോയ്സ് പറയാ, നല്ല കാലാവസ്ഥയാണ്, നല്ല വെതറാണ്, നമുക്ക് നമ്മുടെ ടോയ്സ് എടുത്ത് കളിച്ചാലോ? വി ക്യാൻ ടേക്ക് ആർ ടോയ്സ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. വി ക്യാൻ ടേക്ക് ആർ ടോയ്സ്. കുറെ ടോയ്സ് ഉണ്ടല്ലേ. ഡു യു വോണ്ട് ദ ബോൾ ഓർ ദ കൈറ്റ്? ഒരു ബോയ് മറ്റേ ബോയ് എടുത്ത് ചോദിക്കുക, ഡു യു വോണ്ട് ദ ബോൾ ഓർ ദ കൈറ്റ്? ഒരു പെർട്ടിക്കുലർ ബോളുമുണ്ട് കൈറ്റുമുണ്ട്, അതുകൊണ്ടാണ് ദ ബോൾ ദ കൈറ്റ് എന്ന് പറയുന്നത്. ഇനി ബോൾ ആണോ കൈറ്റ് ആണോ, അതിനാണ് ഓർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഐ വിൽ ചൂസ് ദ കൈറ്റ്. അപ്പോൾ അയാൾ പറയാ, ഐ വിൽ ചൂസ് ദ കൈറ്റ്, ഞാൻ കൈറ്റ് എടുക്കും. ബട്ട് ഐ മേ ബി ടയർഡ് ആഫ്റ്റർ ഫ്ലൈയിങ് ഇറ്റ്. ഐ മേ ബി, ഞാൻ ചിലപ്പോ ടയർഡായി പോവാൻ ചാൻസ് ഉണ്ട് കുറെ നേരം കൈറ്റ് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഐ ഹാവ് 2 ആപ്പിൾസ് ഇൻ മൈ ബാഗ്. അപ്പൊ മറ്റു പോയി പറയാ, സാരല്ല, നീ ഇനി ടയർഡ് ആയാലും കുഴപ്പമില്ല, എന്റെ ബാഗിൽ 2 ആപ്പിൾ ഉണ്ട്, നമുക്കത് കഴിക്കാം. 2, 2. ഇനി നമുക്ക് ന്യൂ വേർഡ്സിലേക്ക് പോവാം. ഇവിടുത്തെ ന്യൂ വേർഡ്സ് എന്തൊക്കെയാണ്? ട്രെയിൻ, ബോട്ട്, പ്ലെയിൻ, ടാക്സി, നിയർ, റോക്കറ്റ്. ഇതൊന്നും നിങ്ങൾക്ക് ന്യൂ വേർഡ്സ് അല്ല അല്ലേ? ട്രെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബോട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പ്ലെയിൻ, ആകാശത്തൂടി പറക്കുന്ന പ്ലെയിൻ അറിയാം. ടാക്സി, എന്തിനെയാണ് ടാക്സി എന്ന് വിളിക്കുന്നത്? നമ്മുടെ ഓൺ കാറ്, നമ്മുടെ സ്വന്തം കാർ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വിളിക്കുന്ന ടാക്സി, നമ്മൾ കാശ് കൊടുത്തിട്ട് അതിൽ സഞ്ചരിക്കും, ആ ഒരു വെഹിക്കിളാണ് ടാക്സി. നിയർ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. റോക്കറ്റ്, റോക്കറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? റോക്കറ്റിലാണ് സ്പേസിലേക്കൊക്കെ പോകുന്നത്. ട്രെയിൻ, ബോട്ട്, എയ്റോപ്ലെയിൻ, ടാക്സി, റോക്കറ്റ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ എ ബസ് ഓർ ട്രെയിൻ? നിങ്ങൾ ഇതുവരെ ബസ്സിലോ ട്രെയിനിലോ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ ആൻസർ എങ്കിൽ യെസ് എന്ന് പറയണം, ഇല്ലെങ്കിൽ നോ. യെസ്, ഐ ഹാവ് ട്രാവൽഡ് ബൈ എ ബസ്. വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എവിടെയാ പോയത്? ഐ വെന്റ് ടു മൈ ഗ്രാൻഡ് മദേഴ്സ് ഹോം. നിങ്ങൾ എവിടെയാ പോയതെങ്കിൽ നിങ്ങൾ അത് എഴുതണം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. വാട്ട് ഡിഡ് യു ഈറ്റ് ഓൺ ദ വേ? ഈ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോയപ്പം ഓൺ ദ വേ നിങ്ങൾ ബസ്സിലിരുന്നോ ട്രെയിനിലിരുന്നോ എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഐ ഏറ്റ് സം ചിപ്സ് ആൻഡ് എ സാൻഡ്വിച്ച്. വാട്ട് ഡിഡ് യു സീ ഫ്രം ദ വിൻഡോ? യാത്ര ചെയ്ത സമയത്ത് വിൻഡോന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്താ കണ്ടത്? ഐ സോ ട്രീസ്, ഹൗസസ് ആൻഡ് ഫീൽഡ്സ്. ഹൂ എൽസ് വെന്റ് വിത്ത് യു? നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ യാത്ര ചെയ്തത്, അതോ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മൈ മോം ആൻഡ് മൈ ലിറ്റിൽ സിസ്റ്റർ വെന്റ് വിത്ത് മീ.
ഡിഡ് യു ഹാവ് ഫൺ? ഷെയർ ഇറ്റ് വിത്ത് ദ ക്ലാസ്. നിങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ? Yes, I had a lot of fun. We talked and played games on the bus. Next section. Listen to your teacher and read out a poem. ടീച്ചർ നിങ്ങൾക്ക് ഈ പോയം പാടിത്തരും. നിങ്ങൾ അതുപോലെ ഇത് വായിച്ച് പോയം റിസൈറ്റ് ചെയ്യാം. ഓക്കെ? Everybody stop, everybody stand, everybody sit and raise your hand. ടീച്ചർ ഇത് പാടുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആദ്യം എല്ലാവരും കൂടി ക്ലാസ്സിൽ ഓടിക്കളിക്കുകയായിരിക്കും. പെട്ടെന്ന് ടീച്ചർ പറയും എവറിബഡി സ്റ്റോപ്പ്. സ്റ്റോപ്പ് ആവില്ലേ? എവറിബഡി സ്റ്റാൻഡ്. എല്ലാവരും സ്റ്റാൻഡപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് എവറിബഡി സിറ്റ്. എല്ലാവരും ഇരിക്കും. ആൻഡ് റേസ് യുവർ ഹാൻഡ്. 2 കൈയും പൊക്കും. എവറിബഡി ജംപ്, എവറിബഡി റൺ, എവറിബഡി സ്റ്റോപ്പ്. ഓ വാട്ട് ഫൺ. ഫൺ അല്ലേ? നിങ്ങളിത് ക്ലാസ്സിൽ കളിച്ചിരുന്നോ? ടീച്ചർ നല്ല ഭംഗിയായിട്ട് ഈ പോം പാടിത്തരും. നിങ്ങൾ അതിനനുസരിച്ച് ഇനാക്ട് ചെയ്യണം. ഓക്കെ? ഡ്രോ ദ വെഹിക്കിൾ ദാറ്റ് യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെഹിക്കിൾ ഏതാണ്? കാറാണോ? ബസ്സാണോ? ട്രക്കാണോ? റോക്കറ്റ് ആണോ? എയ്റോപ്ലെയിൻ ആണോ? ട്രെയിൻ ആണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിള് നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു ഗിവൺ സ്പേസിൽ വരയ്ക്കണം. മേക്ക് എ ലിസ്റ്റ്. Sort out the different means of transport. Means of transport എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കാണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ടും ലാൻഡ് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് എന്ന് പറഞ്ഞാൽ റോഡിലൂടെ പോകുന്ന അല്ലെങ്കിൽ ലാൻഡിലൂടെ റോഡിലോ അല്ലെങ്കിൽ ട്രാക്കിലോ ഒക്കെ പോകുന്ന വാഹനങ്ങളാണ് ലാൻഡ് ട്രാൻസ്പോർട്ട്. ഇനി എയറിലാണെങ്കിലോ ആകാശത്ത് കൂടി പോകുന്ന വാഹനങ്ങൾക്കാണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയാം. വാട്ടർ ട്രാൻസ്പോർട്ട് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ. ഇവിടെ ഒരു വലിയ ലിസ്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെയൊക്കെ സോർട്ട് ചെയ്തിട്ട് ലാൻഡിലൂടെ ഏതൊക്കെയാണ് പോകുന്നത്, എയറിലൂടെ ഏതൊക്കെയാണ് പോകുന്നത്, വാട്ടറിലൂടെ ഏതൊക്കെ പോകും എന്ന് കണ്ടുപിടിക്കണം. ബസ്, കാർ, എയ്റോപ്ലെയിൻ, ട്രെയിൻ, ജീപ്പ്, ഷിപ്പ്, ബോട്ട്, ബൈസിക്കിൾ, ഹെലികോപ്റ്റർ, ട്രക്ക്, യാട്ട്, കാർട്ട്, റാഫ്റ്റ്, ടാക്സി, ട്രാക്ടർ. ഏതൊക്കെയാ? നമുക്ക് ആദ്യം ഇതിൽ ലാൻഡിലൂടെ പോകുന്നതിനെയൊക്കെ നോക്കാം. കാർ ലാൻഡിലൂടെയാണല്ലേ. ട്രെയിൻ ലാൻഡിലൂടെയാണ്. ബൈസിക്കിൾ ലാൻഡിലൂടെയാണ്. ജീപ്പ് ലാൻഡിലൂടെയാണ് പോവുക. ട്രക്ക് റോഡിലൂടെ പോകും. ടാക്സി റോഡിലൂടെ പോകും. ട്രാക്ടർ ലാൻഡിലാണ് ഉപയോഗിക്കുക. കാട്ടും ലാൻഡിലാണ് ഉപയോഗിക്കുക. ഇനി ഇതിൽ എയറിലൂടെ പോകുന്നത് ഏതൊക്കെയാ? എയ്റോപ്ലെയിൻ ആൻഡ് ഹെലികോപ്റ്റർ. വാട്ടറിൽ ഷിപ്പ്, ബോട്ട്, യാട്ട് ആൻഡ് റാഫ്റ്റ്. റീഡ് ദ വേർഡ്സ് ബിലോ ഈച്ച് പിക്ചർ. അതെ, നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഇതേപോലത്തെ വേർഡ്സ് വായിച്ചിട്ടുണ്ട്. നമ്മുടെ വവൽസ് എ ഇ ഐ ഒ യു ഇതിൽ യുവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻ അംബ്രല, എ ട്രക്ക്, എ ഡഗ്, എ ജഗ്, എ മഗ്, എ കപ്പ്, എ ബസ്, എ റഗ്, എ ഹട്ട്. അപ്പോൾ ആൻ ഉപയോഗിച്ചിരിക്കുന്നത് അംബ്രല്ലയ്ക്ക് മാത്രമാണ്. അംബ്രല്ലയുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആയ യു ഒരു വവലാണ്. ബാക്കി എല്ലാ വേർഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസണൻസിലാണ്. സോ അതിൻ്റെയൊക്കെ മുന്നിൽ എ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇതൊരു ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. കാരണം ഇതിലാണ് നിങ്ങൾ ഡിഫറെൻറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ പറ്റി ആദ്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.